ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചെറിയൊരു മോട്ടിവേഷണൽ കുറച്ച് ടോപ്പിക്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് എന്താ വെച്ചാൽ നമുക്ക് എല്ലാവർക്കും സക്സസ്ഫുൾ ആണ്. ഓക്കെ, അപ്പം അടുത്ത ചോദ്യം വരും, ഈ സക്സസ് എന്താണ്? അത് അറിഞ്ഞാലേ അതിന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ ഈ സക്സസ് എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും? അതിനൊരു പ്രത്യേക ഡെഫിനിഷൻ ഇല്ല. ഓരോരുത്തർക്ക് സക്സസ് എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ പോലെയാണ് അല്ല, അങ്ങനെയല്ല. അപ്പോൾ ഒരാൾ പറയുന്നത് ഇന്നാൾ സക്സസ്ഫുൾ ആണ്, പക്ഷെ വേറെ ഒരാൾ പറയും എന്ത് പറയും, അയാൾ സക്സസ്ഫുൾ അല്ല എന്ന് പറയും അല്ലേ? അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് സക്സസ് വരുന്നത്. ചിലപ്പോൾ സക്സസ് പൈസയാണെന്ന് പറയും, ഒരുപാട് പൈസ സക്സസ് ആണ്. അങ്ങനെ ആണെന്ന് പറഞ്ഞാലും അതും നിങ്ങൾ പറയും ഓരോരുത്തർക്കും ഓരോ പോലെ. ചിലർ പൈസ മാത്രം പറയും, ചിലർ അയാൾക്ക് അതുണ്ട് ഇതുണ്ട് അല്ലേ, വേറെ കുറേ കാര്യങ്ങൾ പറയും. കുടുംബം, ഫ്രണ്ട്സ്, ഇതൊക്കെ നമ്മുടെ റിച്ച്നെസ്സിൽ വരുന്ന കാര്യങ്ങളാണ്, പൈസ മാത്രമല്ല. മൂന്നാമത്തെ കാര്യം ചിലർ പറയും സന്തോഷം, അതാണ് സക്സസ് എന്ന് പറയുന്നത്. നമ്മൾ എന്തൊക്കെ ചെയ്താലും അതിൽ സന്തോഷം കിട്ടില്ല. സന്തോഷത്തിന്റെ കാര്യത്തിൽ അതും അങ്ങനെ തന്നെയാണ്. ചിലവർക്ക് സന്തോഷം എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളിൽ സന്തോഷമായിരിക്കും, വേറെ ഒരാൾക്ക് സന്തോഷം ഉണ്ടാവില്ല അല്ലെ? ഒരേ സമയം നമ്മൾ എല്ലാവരും ഒരേ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും ചിലർക്ക് സന്തോഷമായിരിക്കും, ചിലർക്ക് സന്തോഷം ഉണ്ടാവില്ല. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എന്താണ് സബ്ജക്റ്റീവ് എന്ന് പറയാം, ഒരാൾക്ക് അനുസരിച്ചാണ് എല്ലാ കാര്യങ്ങളും. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സക്സസ്ഫുൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം അല്ലെങ്കിൽ ബിസിനസ് ഇതെല്ലാം കിട്ടുന്നെങ്കിൽ ഒരൊറ്റ കാര്യം ചെയ്താൽ നിങ്ങളുടെ വാല്യൂ ആഡ് ചെയ്യും. അതായത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്തുണ്ട്, ഒരു കഴിവുണ്ട്. എല്ലാവർക്കും സ്വന്തമായി എന്തെങ്കിലും കഴിവുണ്ട്. അതിൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കിട്ടുന്നതാണ് എൻ്റെ ഒരു പോയിന്റ്. ഓക്കെ, അപ്പൊ ഇത് എന്തിനാ നമ്മൾ ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ എന്താ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു, ഇനി എന്തിനാ ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഇതില്ലെങ്കിൽ എന്ത് സംഭവിക്കും? പലരും ജോലി ഇല്ലാത്ത ആൾക്കാരുണ്ട് അല്ല, ജോലി ഇല്ലാത്ത ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഡിപ്രഷൻ അടിച്ചെടുക്കുന്ന ആൾക്കാരുണ്ട് ജോലി ഇല്ലാത്തതിന്റെ പേരിൽ. അല്ലെങ്കിൽ എന്താ, ജോലിയുണ്ട്, പൈസ കുറെ കിട്ടുന്നുണ്ട്, പക്ഷെ ജോലിയിൽ സന്തോഷമില്ലാത്ത ആൾക്കാരുണ്ട് അല്ലെ? ചിലരങ്ങനെ പറയില്ല, അതായത് ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അതിൽ എന്ത് കിട്ടുന്നില്ല, അവർക്ക് സന്തോഷം കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെയുള്ളവർ ഡിപ്രഷൻ അടിക്കാണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ ആക്കി എടുക്കും. പറയുന്ന മനസ്സിലാക്കണം, ആ ഒരു നിങ്ങളുടെ പ്രശ്നം, അതായത് ജോലിയില്ല അല്ലെങ്കിൽ ജോലിയില്ലാത്ത ഡിപ്രഷനാണ്, അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതിൽ ഒരു ഡിപ്രഷൻ അടിക്കുന്ന നേരം കൊണ്ട് അതിൽ നമ്മൾ ഒരു മോട്ടിവേഷൻ ആക്കി നമ്മൾ ഇറങ്ങി തിരിക്കുന്നതിന് ഞാനിത് ചെയ്യുന്നു പറഞ്ഞിട്ട് ഇറങ്ങി തിരിക്കും, അല്ലെങ്കിൽ എനിക്ക് അറിയണം അല്ലെങ്കിൽ എനിക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി തിരിക്കും. അപ്പം ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് വാല്യൂ ആഡ് ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് നമ്മളെ തന്നെ അറിയണം അല്ലെ? ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല എന്താണ് നിങ്ങൾക്ക് സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ പറ്റില്ല അല്ലെ? അപ്പൊ നമുക്ക് ആദ്യം നമ്മളെ തന്നെ അറിയണമെങ്കിൽ കുറച്ച് ടെസ്റ്റുകളുണ്ട്. ഇത് പണ്ടൊക്കെ നമുക്ക് കുറച്ച് പൈസ കൊടുത്ത് ഇങ്ങനത്തെ ടെസ്റ്റുകളൊക്കെ ചെയ്യായിരുന്നു. ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ ഈ ടെസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഓൺലൈനിൽ ചെയ്യാൻ പറ്റും. അപ്പൊ നെറ്റിൽ ചെയ്യാൻ പറ്റുന്നവർ എല്ലാം ഇത് ചെയ്യാവുന്നതുള്ളൂ. വളരെ സിമ്പിളാണ്. യൂട്യൂബിൽ നിങ്ങൾ ലെഫ്റ്റ് ബ്രെയിൻ റൈറ്റ് ബ്രെയിൻ ടെസ്റ്റ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഒരു വീഡിയോ ഉണ്ട്, ഒരു ഡോളർ ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് രണ്ട് രീതിയിൽ തിരിയുന്ന ഒരു വീഡിയോ കിട്ടും. അത് നിങ്ങൾ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ലെഫ്റ്റ് ബ്രെയിൻ ആണോ റൈറ്റ് ബ്രെയിൻ ആണോ കൂടുതൽ ഉപയോഗിക്കുന്നത്. അതിൽ കുറെ കാര്യങ്ങൾ ഡിപ്പെൻഡ് ആയിട്ടുണ്ട്. എന്താ, ഫോർ എക്സാമ്പിൾ ലെഫ്റ്റ് ബ്രെയിൻ ആൾക്കാർ കൂടുതൽ ഓർഗനൈസ്ഡ് ആയിരിക്കും, അവിടെ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പം നിങ്ങൾ ഇരിക്കുന്ന ഷർട്ട് ലെഫ്റ്റ് ബ്രെയിൻ ആൾക്കാർ ഇത് ഓൾറെഡി തീരുമാനിച്ചായിരിക്കും, ഞാൻ ഈ ഷർട്ട് ഞാൻ ഡ്രസ് ഇടാൻ പറ്റില്ല. റൈറ്റ് ബ്രെയിൻ ആൾക്കാർ ഒന്നും അറിയില്ല, അവർ കബോർഡിൽ ഏതെങ്കിലും ഡ്രസ്സ് എടുത്തിട്ട് വരുന്നവരായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ആയിട്ടുണ്ടോ നിങ്ങൾ ഏത് ടൈപ്പാണെന്ന് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. ഒരു ബേസിക് അതാണ്. അതിലെന്താ കാര്യം ഇരിക്കുന്നതെന്ന് വെച്ചാൽ അതിൽ തന്നെയല്ല കാര്യം ഇരിക്കുന്നത്. കാരണം ലെഫ്റ്റ് ബ്രെയിൻ ആൾക്കാർ എല്ലാം ഓർഗനൈസ് ആയിട്ട് ചെയ്യുന്നതാണ്. അതിന്റെ ഗുണങ്ങളും ഉണ്ടാവും, അവർക്ക് അതിന്റെ ദോഷങ്ങളും ഉണ്ടാവും. റൈറ്റ് ബ്രെയിൻ ആൾക്കാർ എങ്ങനെ പ്രത്യേകിച്ച് ഓർഗനൈസ്ഡ് ഒന്നുമല്ല, അവർ കാര്യങ്ങൾ വരുന്ന പോലെ എടുക്കും, അതിന്റെ ഗുണങ്ങളും ഉണ്ടാവും. അപ്പൊ അവർക്ക് പെട്ടെന്ന് പ്ലാൻ ചെയ്യാൻ, മറ്റവരെ പോലെ പ്ലാൻ ചെയ്യാൻ പറ്റണമെന്നില്ല. മറ്റവർക്ക് ഇവരെ പോലെ എപ്പോഴും ഫ്രീ ആയിട്ട് പുതിയ കാര്യങ്ങൾ പെട്ടെന്ന് ചാടാൻ പറ്റണമെന്നില്ല. ഓക്കെ, ഇങ്ങനെയാണ് ഈ കാര്യം. രണ്ടാമത്തെ മെയിൻ കാര്യം നമ്മുടെ കാര്യങ്ങളിലൊക്കെ മെയിൻ വരുന്നതെന്ന് വെച്ചാൽ ഹോളൻ കോഴ്സാണ്. അതും നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യാം, ഹോളൻ കോഡ് ടെസ്റ്റ് നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എന്താണെന്ന് വെച്ച് പറയുകയാണെങ്കിൽ 6 എണ്ണം വരും. അതായത് റിയലിസ്റ്റിക്, ഇൻവെസ്റ്റിഗേറ്റീവ്, ആർട്ടിസ്റ്റിക്, സോഷ്യൽ, എന്റർപ്രൈസിംഗ്, കൺവെൻഷണൽ. റിയലിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ടൂൾസ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുക, എന്തെങ്കിലും കൈകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ചിലർക്ക് അങ്ങനത്തെ കാര്യങ്ങളോട് താല്പര്യമുണ്ട്. അപ്പൊ
ഞാൻ ജസ്റ്റ് പറയാൻ കാരണം വെച്ചാൽ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്തില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ ചിന്തിക്കാൻ പറ്റും എന്താണ് നിങ്ങൾ ഏത് ടൈപ്പാണെന്ന് ജസ്റ്റ് തലയിൽ ചിന്തിക്കാൻ പറ്റും. ഇപ്പൊ റിയലിസ്റ്റിക് ആൾക്കാർക്ക് അങ്ങനെയാണ്. ഇൻവെസ്റ്റിഗേറ്റീവ് ടൈപ്പ് എങ്ങനെയാണ്? ഇൻവെസ്റ്റിഗേറ്റീവ് പേര് തന്നെയാണ്. ഫോർ എക്സാമ്പിൾ CBI ഒക്കെ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ പറയും. അപ്പം അങ്ങനത്തെ ജോലികൾ എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തി കാര്യങ്ങൾ ചെയ്യുന്ന സംഭവങ്ങൾ. ഇൻവെസ്റ്റിഗേറ്റീവ് എന്ന് പറഞ്ഞാൽ CBI ആവണം അല്ല, ഒരുമാതിരി എല്ലാ ജോബിലും എന്തെങ്കിലും ഇൻവെസ്റ്റിഗേറ്റീവ് എലിമെന്റ്. ഫോർ എക്സാമ്പിൾ ഒരു ഡോക്ടർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം ഫസ്റ്റ് അല്ലെ, അയാളുടെ പ്രശ്നം, അയാൾ പറഞ്ഞ സിംറ്റംസ് ഇതൊക്കെയാണ്, അയാളുടെ പ്രശ്നം എന്തായിരിക്കുന്നത് ഡോക്ടർ ചിന്തിച്ചിട്ടാണ് ഡോക്ടർ എന്ത് ചെയ്യുന്നത്, അതിന്റെ പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുന്നത്. ഇൻവെസ്റ്റിഗേറ്റീവ്. മൂന്നാമത്തെ ആർട്ടിസ്റ്റിക് ആണ്. ആർട്ടിസ്റ്റിക് എന്ന് പറഞ്ഞാൽ കലാപരമായ എല്ലാ കഴിവുകളും, പാട്ട്, മ്യൂസിക്, അങ്ങനത്തെ എല്ലാ രണ്ടും തന്നെയാണല്ലോ. പാട്ട് അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുക, പടം വരയ്ക്കുക, അങ്ങനത്തെ കലാപരമായ എല്ലാ കാര്യങ്ങളും ആർട്ടിസ്റ്റിക് വരും. പിന്നെ അടുത്ത സോഷ്യലാണ്. സോഷ്യൽക്കാർ എങ്ങനെയായിരിക്കും? സോഷ്യലി ആക്റ്റീവായിട്ട് അവർക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടാവും, അല്ലെങ്കിൽ അവരുടെ മെയിൻ ഗുണം എന്ന് പറഞ്ഞാൽ ഇപ്പം പറഞ്ഞ രാഷ്ട്രീയക്കാരോ അല്ലെ, അല്ലെങ്കിൽ കുറച്ച് ബിസിനസ്സുകാരോ അങ്ങനെയൊക്കെ വരും. അത് സോഷ്യലി ഭയങ്കര ആക്റ്റീവാണ്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ എന്റർപ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യവും ബിസിനസ് മൈൻഡിൽ ചിന്തിക്കാൻ പറ്റും. അതിന്റെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി അവർക്ക് കണ്ടെത്താൻ പറ്റും. ലാസ്റ്റ് കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ഈ ഫയലൊക്കെ നോക്കുക, അങ്ങനത്തെ ആൾക്കാരൊക്കെ ചിലർക്ക് അതിന് പ്രത്യേക ഒരു കഴിവുണ്ടോ, ഓഫീസ് ജോലികളൊക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൺവെൻഷനിൽ വരുന്നത്. അപ്പൊ നമുക്ക് ബേസിക്കലി ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ ഇതൊന്നായിരിക്കില്ല നമ്മുടെ കഴിവ്. നമുക്കിതെല്ലാം ഉണ്ടോ, പക്ഷെ നമുക്ക് ടോപ്പായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും കുറച്ച് കഴിവുകളുണ്ട്, അതിന്റെ കോമ്പിനേഷൻസിൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് ആർട്ടിസ്റ്റിക് കഴിവുണ്ട്, അയാൾക്ക് കുറച്ച് റിയലിസ്റ്റിക് കഴിവുണ്ട്. അപ്പൊ ആർട്ടിസ്റ്റിക് കഴിവുണ്ട് പടം വരയ്ക്കാനൊക്കെ പറ്റും, അയാൾക്ക് കുറച്ച് റിയലിസ്റ്റിക് കഴിവുണ്ടെങ്കിൽ അതിലേക്ക് ക്യാമറകളൊക്കെ ഓപ്പറേറ്റ് ചെയ്യാനൊക്കെ പറ്റും. അതിന്റെ കൂടെ അയാൾക്ക് കുറച്ച് എൻട്രൻസിങ് കഴിവുകൂടി ഉണ്ടെങ്കിൽ ഇയാൾ എടുക്കുന്ന ഫോട്ടോസ് എങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ പറ്റി അയാൾക്ക് റിസർച്ച് ചെയ്യാൻ പറ്റും. അയാൾ അങ്ങനെ നമ്മുടെ കഴിവുകളുടെ കോമ്പിനേഷനിലൂടെ നമുക്ക് ഏതെങ്കിലും ജോലിക്ക് ശ്രമിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പൊ റിയലിസ്റ്റിക് ആണെന്ന് വെച്ചാൽ അയാളുടെ ഡ്രൈവിംഗ് നന്നായിട്ട് അറിയാം. വെറുതെ ഡ്രൈവിംഗ് അറിയുന്നതിനെ കൊണ്ട് അയാൾ അത്യാവശ്യം സോഷ്യൽ ആണെന്ന് വിചാരിച്ചു. അയാൾ കാണുന്നവരോടൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ നാട്ടിലെ നല്ലൊരു ഡ്രൈവിംഗിലേക്ക് പോകട്ടെ, അല്ലെങ്കിൽ ഇപ്പം കുറച്ച് എന്താ ഇപ്പൊ ഫോണൊക്കെ ഉപയോഗിക്കാനൊക്കെ അറിയാം, അങ്ങനെയാണെങ്കിൽ ഊബർ ഡ്രൈവറൊക്കെ ആവാനൊക്കെ പറ്റും അല്ലെ. അങ്ങനെ നമ്മുടെ കോമ്പിനേഷനിലാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പൊ ഓൺലൈൻ കോഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. പിന്നെ ബ്രിഡ്ജ് മയേഴ്സ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്. അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ 4 ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഒന്ന്, നമ്മൾ ഇൻട്രോവേർട്ട് ആണോ എക്സ്ട്രോവേർട്ട് ആണോ, ആദ്യത്തെ ക്യാരക്ടറിസ്റ്റിക്സ്. ഇൻട്രോവേർട്ട് അധികം പൊതുവെ സംസാരിക്കാത്തവരായിരിക്കും. സംസാരിക്കാത്തവരാണെന്നില്ല, പല നല്ല പ്രസംഗിക്കുന്നവർ ഇൻട്രോവേർട്ട്സ് ആയിരിക്കും. പക്ഷെ അവര് സോഷ്യലി ഇപ്പോൾ ഒരു പാർട്ടിയിലേക്ക് ചെന്ന് അവർ അധികം സെറ്റായിട്ട് ഒരു മൂലയിൽ പോയിരിക്കുന്നവരായിരിക്കും. അല്ലെങ്കിൽ എക്സ്ട്രോവേർട്ട്സ് ഉണ്ടോ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ കുറെ സംസാരിക്കുന്നുണ്ട്. അതാണ് ആദ്യത്തെ. രണ്ടാമത്തത് അവര് ഇൻറ്റ്യൂട്ടീവ് അല്ലെങ്കിൽ സെൻസിങ്, രണ്ട് ടൈപ്പാണ്. ഒരു ഇൻറ്റ്യൂഷൻ ആളെങ്ങനെയായിരിക്കും വെച്ചാൽ വേറെ ഒരാളെ കാണുമ്പോൾ അയാളുടെ മനസ്സിൽ അയാളെ കുറിച്ച് ഐഡിയാസ് ഉണ്ടാവുക ചെയ്യും. സെൻസിങ് ആണെങ്കിൽ അയാൾ അങ്ങനത്തെ ഐഡിയാസ് ഒന്നും ഉണ്ടാക്കില്ല, അയാളോട് നേരിട്ട് പോയിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഐഡിയാസ് ഉണ്ടാക്കില്ല, മനസ്സിലായില്ല. അല്ല, സെൻസിങ് ആളെ ഒരിക്കലും വേറെ ഒരാളെ കുറിച്ച് അയാൾ ഇങ്ങനെയാണെന്നുള്ളൊരു ഇത് വെക്കില്ല. അതിന്റെ ഒരു കരിയറിൽ എന്താ വരുന്നതെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഇൻറ്റ്യൂട്ടീവ് ആൾക്കാർക്ക് ഡിസൈനിങ്ങിനൊക്കെ നല്ല കഴിവുണ്ട്. കാരണം അവരുടെ മനസ്സിൽ അവർക്ക് കാണാത്ത കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റും. ക്രിയേറ്റിവിറ്റി ഭയങ്കര കൂടുതലായിരിക്കും ക്രിയേറ്റീവ് ആൾക്കാർക്ക്. സെൻസിങ് ആൾക്കാർക്ക് എങ്ങനെ ക്രിയേറ്റിവിറ്റിയുടെ മറ്റേ സൈഡുണ്ട്. അതായത് ക്രിയേറ്റിവിറ്റി ഇല്ലെങ്കിലും കാര്യങ്ങൾ കൃത്യമായിട്ട് അവർക്ക് പറയാനുള്ള ഒരു കഴിവുണ്ട്. ഇപ്പൊ ഒരു കല്യാണം ഒരാൾ പോയിട്ടുണ്ടെങ്കിൽ ഒരു വലിയ കല്യാണമായിരുന്നു, കുറെ ആൾക്കാരുണ്ടായിരുന്നു എന്ന് പറയാം. വേറെ ഒരാളോട് ചോദിക്കുമ്പോൾ ഒരു എത്ര ആൾക്കാരുണ്ടായിരുന്നു കൃത്യമായിട്ട് പറയും അല്ലെ, അല്ലെങ്കിൽ ഏതൊക്കെ ആൾക്കാർ വന്നു, അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാം. പക്ഷെ മറ്റേ ആള് കുറെ ഒരു എന്താ പറയാ ഒരു കൃത്യത ഇല്ലാണ്ട് പറയാം, ഒരു ഐഡിയാസ് മാത്രം പറയാം. ഓക്കെ, അപ്പം അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ചിലർ ഫീലർമാരാണ്, ചിലർ തിങ്കർമാരാണ്. ഓക്കെ, ചിലർ എന്താ ചെയ്യുക, ചിലർ ഫീലിങ്സ് വഴിയാണ് ഇങ്ങനെ അവരുടെ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യും. അതായത് ഫുൾ ഫീലാണ്, എനിക്ക് അത് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, മറ്റേ ആളെന്ന് പറഞ്ഞാൽ തിങ്കിങ് ആയിരിക്കും, ഞാനത് ചെയ്താൽ എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലൊക്കെ വളരെ ചിലർക്ക് ഒരു ഫീലാണ് അല്ലെ, എനിക്ക് അവരിഷ്ടമാണ്, ഇത് ഇഷ്ടമാണ്, വെറുതെ ഇഷ്ടമാണ്. ചിലർക്ക് തിങ്കിങ് ആണ്, ഒരു പ്രാക്ടിക്കലി
എന്തെങ്കിലും കണ്ടുകൊണ്ടാണ് ആ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്നത്. മനസ്സിലായോ? ലാസ്റ്റ് ഉണ്ട് ജഡ്ജ്മെന്റും പെർസീവിംഗ്. നാലാമത്തെ ഇതെന്ന് പറഞ്ഞാൽ ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ ജഡ്ജിങ് കാര്യം. അതായത് അവർക്ക് ഒരു ഓർഗനൈസേഷൻ, നമ്മൾ ആദ്യം ലെഫ്റ്റ് ആൻഡ് റൈറ്റ് വീലിൽ പറഞ്ഞ സെയിം കാര്യങ്ങളാണ്. പെർസീവ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിലായിരിക്കും പെട്ടെന്ന് വരുന്ന കാര്യങ്ങളൊക്കെ വരുന്ന പോലെ നടത്താൻ പറ്റും. ഇതും വളരെ എളുപ്പമായിട്ട് കാര്യങ്ങൾ. പിന്നെ ജംപ് ടൈപ്പോളജി നിങ്ങൾ കൂടുതൽ താല്പര്യം ഉണ്ടെങ്കിൽ ജംപ് ടൈപ്പോളജി അതേപോലത്തെ ഒരു സാധനം തന്നെയാണ്. ജംപ് ടൈപ്പോളജി എന്ന് പറയുന്നത് വെച്ചാൽ നിങ്ങളുടെ ബ്രെയിനാണ് ഒരു പ്രത്യേക ഓർഗനൈസേഷൻ ആണ്. അതായത് ബ്രെയിനിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. ഇത് നമ്മൾ വെറുതെ ടെസ്റ്റ് ചെയ്ത് അങ്ങോട്ടും മാറാം. പക്ഷെ ഇത് മാറാൻ സാധ്യതയില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഏത് ഓർഡറിൽ ഉപയോഗിക്കുന്നതാണ് ജംപ് ടൈപ്പോളജിയിൽ ഉള്ളത്. പക്ഷെ അതിൽ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഒരേ കാര്യം നമ്മൾ രണ്ട് രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഫീലിംഗ് ആണ്. ഫീലർമാരിന് രണ്ട് ടൈപ്പ് ഉണ്ട്. ചിലർ എക്സ്ട്രോവേർട്ടഡ് ഫീലർമാരാണ്. എക്സ്ട്രോവേർട്ടഡ് ഫീലർമാരെന്ന് പറഞ്ഞാൽ അവരുടെ ഇമോഷൻസ് പുറത്തോട്ട് എടുക്കും. ചിലർ ഇൻട്രോവേർട്ടഡ് ഫീലർമാരാണ്. അതായത് അവരുടെ ആക്ച്വൽ ഇമോഷൻസ് എന്താണെന്ന് പുറത്തോട്ട് എടുക്കാൻ പറ്റില്ല. അവർ ഉള്ളിലോട്ട് മാത്രമായിരിക്കും അതിന്റെ ഫീലിംഗ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഫോർ എക്സാമ്പിൾ ഫിലിം ഫീൽഡിൽ അഭിനയിക്കുന്ന രണ്ട് ടൈപ്പ് അഭിനയമാണ്. ചിലർ എക്സ്ട്രോവേർട്ടഡ് ഫീലർമാരാണ്, ചിലർ ഇൻട്രോവേർട്ടഡ് ഫീലർമാരാണ്. ചിലർ ആ സ്പോട്ടിൽ അഭിനയിക്കുകയാണ്, ചിലർ ആക്ച്വലി അഭിനയിക്കുക ചെയ്യാം, മറ്റവരത് ഫീൽ ചെയ്യുക ചെയ്യും. അപ്പൊ എന്താ സംഭവിക്കുക? അവരത് ഫീൽ ചെയ്യുമ്പോൾ ആ ഫീലിങ്സ് പുറത്തോട്ട് വരിക ചെയ്യും. ഐഡിയല്ലോ, അങ്ങനെ രണ്ട് ഫീലിങ്സ്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളാണ് ജംപ് ടൈപ്പോളജിയിലുണ്ട്. പിന്നെ സോഷ്യോണിക്സ് ഇങ്ങനത്തെ ഒരു കാര്യം ഡീറ്റെയിലിംഗ് ആയിട്ട് കടക്കുന്നില്ല. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ഈ ടെസ്റ്റുകളൊക്കെ ചെയ്യും. എന്താ ചെയ്യുക? അപ്പൊ നിങ്ങളെ കുറെ ഐഡിയാസ് മനസ്സിലാക്കുക ചെയ്യുന്നത് നിങ്ങളെ കുറിച്ച്. ഓക്കെ, അപ്പം അതിന് അടുത്ത സ്റ്റെപ്പായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു നോട്ട് ഉണ്ടാക്കുക. ഇതൊക്കെ മൊത്തം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നടത്താൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു നോട്ട്ബുക്ക് എടുക്കുക ക്ലിയർ ആയിട്ട്. അതിൽ ഒരു പേജിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം നിങ്ങൾക്ക് കുറെ കഴിവുകളുണ്ട് അല്ലെ, അതൊക്കെ എഴുതി വെക്കുക. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ പുതിയൊരു കണ്ടുപിടിച്ചു ശരിയാണല്ലോ അതിനകത്ത് പറയുന്നത് ഈ കഴിവുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ ഈ ബ്രിഡ്ജ് മൈസസിന് ഒരു വെബ്സൈറ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിനകത്തൊക്കെ അവർ കൂടുതലായിട്ട് പറയാം നിങ്ങളുടെ പേഴ്സണാലിറ്റി ടൈപ്പിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, നിങ്ങളുടെ സ്വഭാവങ്ങൾ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ പറയും. അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സ്കിൽസ് നോട്ട് ചെയ്യും. ഒരു പേപ്പർ എടുത്തിട്ട് നിങ്ങൾക്ക് അറിയുന്ന ഈ കഴിവുകളൊക്കെ ഉണ്ട്. എത്ര ചെറിയ കഴിവ് വയ്ക്കട്ടെ കുഴപ്പമില്ല, അതൊക്കെ എഴുതി വെക്കും. എത്ര കോമൺ കഴിവ് വയ്ക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്ന ചെറിയ കഴിവാണെന്ന് സാരമില്ല, ഒരു പേപ്പറിൽ ലിസ്റ്റ് ചെയ്തിട്ട് എഴുതി വെക്കുക. സ്കിൽസ് മൊത്തം എഴുതി വെക്കുക. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ വേറൊരു ഫ്രഷ് പേജ് എടുത്തിട്ട് നിങ്ങളുടെ ഇൻട്രസ്റ്റ് എഴുതി വെക്കുക. സ്കിൽസും ഇൻട്രസ്റ്റും വ്യത്യാസമുണ്ടോ? ഉണ്ട്. സ്കിൽസ് നമ്മുടെ ചെയ്യാൻ നമുക്ക് കഴിവുണ്ടെന്നുള്ളതാണ്. ചിലപ്പോൾ നമുക്ക് കഴിവുള്ള കാര്യത്തിൽ തന്നെ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ അല്ല, ചില നമുക്ക് കഴിവുണ്ട് ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷെ ചില കാര്യങ്ങൾ എങ്ങനെയാണ്? ചില കാര്യങ്ങൾ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് പക്ഷെ കഴിവുണ്ടാവില്ല. അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഇൻട്രസ്റ്റ് നോട്ട് ചെയ്യാം. രണ്ടും ഉള്ളതാണെങ്കിൽ ടോപ്പിൽ നോട്ട് ചെയ്യാം. അല്ലാതെ എല്ലാം നിങ്ങൾ ഇതെന്താ പറയുന്നത് ഒറ്റ അടിക്കുന്നത് ചെയ്യേണ്ടതല്ല. നിങ്ങൾ ആലോചിച്ച് സമയം കണ്ടെത്തി ഇടയ്ക്ക് തലയിൽ കുതിക്കുന്നതൊക്കെ ഓരോന്നായിട്ട് അങ്ങനെ എഴുതി വെക്കും. അപ്പൊ അതെല്ലാം ഇങ്ങനെ നോട്ട് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യം എന്ന് വെച്ചാൽ അത് നോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെന്ത് പറയുന്നു നിങ്ങളെ കുറിച്ച് നിങ്ങളെന്ത് തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. ഈ ടെസ്റ്റ് ഒന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ വേറെ ഒരാൾ പറഞ്ഞു നിങ്ങൾക്ക് ഈ കഴിവുണ്ട്, നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല. അപ്പൊ അതൊക്കെ നോട്ട് ചെയ്യുക. അല്ല അങ്ങനെ ആരെങ്കിലുമൊക്കെ പറഞ്ഞാണല്ലോ എല്ലാവരും, അതൊക്കെ നോട്ട് ചെയ്യുക. പിന്നെന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതൊക്കെ ഞാൻ ഒറ്റ സ്ട്രെച്ചിൽ പറയുമെങ്കിലും ഇതൊക്കെ നിങ്ങൾ ഓരോ ദിവസം നിങ്ങൾ റിലാക്സിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മൂഡുണ്ടോ കേട്ടോ, നല്ല ഒരു സ്പിരിച്വൽ മൈൻഡ് അല്ലെ, അല്ലെങ്കിൽ നല്ലൊരു ചിന്തിക്കാനൊക്കെ പറ്റിയൊരു മൈൻഡ് ഉണ്ടാകും. അപ്പോൾ ഇത് ചെയ്യും. നമ്മൾ പറഞ്ഞത് നമ്മുടെ സ്പീച്ചും ഇൻട്രസ്റ്റും ഒക്കെ ഒരു പേപ്പറിൽ എഴുതിയതിനു ശേഷം നമ്മൾ വേറൊരു ഫ്രഷ് പേപ്പറിൽ നമുക്ക് പറ്റാവുന്ന ജോലികളൊക്കെ എഴുതി വെക്കാം. നമുക്ക് സ്കിൽസും ഇൻട്രസ്റ്റും വെച്ച് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നമ്മുടെ സ്കിൽസും നമ്മുടെ ഇൻട്രസ്റ്റും നമ്മൾ ആഗ്രഹിക്കുന്നതല്ലേ എഴുതുക. അതിന് വാല്യൂ ഉണ്ടോ, അത് ആളുകൾ ആക്സെപ്റ്റ് ചെയ്യുന്നതാണോ എന്ന് ചിന്തിക്കണം. ഇല്ലതല്ലേ എഴുതിയോ. എന്തൊക്കെ തലയിൽ കൊടുത്ത് ഒരു 10-15 നിങ്ങൾ തലയിൽ വരും. നിങ്ങൾ ലിമിറ്റ് ചെയ്യേണ്ട 2-3 ഓപ്ഷൻ അങ്ങനെ ലിമിറ്റ് ചെയ്യാൻ സമയമായിരിക്കും. അങ്ങനെ എല്ലാ ഓപ്ഷനും എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ എഴുതി വെച്ചിട്ട് ഞാൻ പറയാം എന്ത് വേണമെങ്കിൽ എഴുതും. പക്ഷെ എന്ത് കൊണ്ടാണെങ്കിൽ കുഴപ്പമില്ല എല്ലാം എഴുതി വെക്കും. എന്നിട്ട് നിങ്ങൾ എഴുതി ചിന്തിക്കുക. ആ നിങ്ങൾ എഴുതിയത് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് വാല്യൂ കൊടുക്കാൻ പറ്റിയത് നിങ്ങൾക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. വാല്യൂഡ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി. കാരണം നമുക്ക് എന്താണ് ആവശ്യക്കാർക്കനുസരിച്ചാണ് നമ്മൾ കൊടുക്കുന്ന കാര്യം വേണ്ടത് അല്ലേ. ഇപ്പൊ നമുക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്തിട്ടാണ് സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ കാര്യം ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ കൺസിസ്റ്റന്റ് ആവും. അതായത് ഒരു കാര്യം ചെയ്യുന്നതിലല്ല
ആ ചെയ്യുന്ന കാര്യം നമുക്ക് യാതൊരു കുഴപ്പമില്ലാണ്ട് പിന്നെയും പിന്നെയും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെങ്കിൽ അത്ര നല്ല. ഫോർ എക്സാമ്പിൾ ഒരു കാര്യം പറയാം, എനിക്ക് ഫോട്ടോ എടുക്കുന്നത് ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ ഫോട്ടോ എടുക്കുന്നത് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ കിട്ടിയ ചാൻസ് എടുക്കും. പക്ഷെ ഒരു കല്യാണത്തിന് പോയപ്പോൾ ഒരു ഫ്രണ്ട് അവൻ ഫോട്ടോ വെറുതെ എടുക്കുകയും ചെയ്തു. അവൻ്റെ ഇൻട്രസ്റ്റ് കണ്ടിട്ട് അതായത് ആളുകളുടെ ഇടയിൽ ഫോട്ടോ എടുക്കുക, ബെഞ്ചിന്റെ ഡെസ്കിലേക്ക് മുകളിൽ ഫോട്ടോ എടുക്കുക, അത്രയും ഇൻട്രസ്റ്റ് ഒരാൾ കാണിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു കാര്യത്തിലോട്ട് നമുക്കും ഇതേപോലെ ഇൻട്രസ്റ്റ് കാണിക്കാൻ പറ്റും. മനസ്സിലായി? ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഒരു ബുള്ളറ്റ് ഓടിക്കാൻ ഇഷ്ടമാണ് അല്ലേ, അതിനൊരു താല്പര്യമുണ്ട്. പക്ഷെ ഒരാൾ നമ്മൾ വിളിക്കുന്നു, നമുക്ക് ബുള്ളറ്റ് വരെ വരെ പോകും. അങ്ങനെ പറയുമ്പോൾ കുറേ ഒരു വലിയൊരു ടാസ്ക്കാണ് അതല്ലേ, അത് ചെയ്യാൻ മാത്രം നമുക്ക് താല്പര്യമുണ്ട്. അത്രയും താല്പര്യം ഒരു സാധനത്തിലോട്ട് കിട്ടുക, അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യണം. ഇതൊക്കെ മനസ്സിലാകുന്നില്ല. പിന്നെ മണിയുടെ കാര്യം ഞാൻ അത്ര ചിന്തിക്കണം ഞാൻ പറയില്ല. കാരണം നമ്മൾ വാല്യൂ ഉള്ള കാര്യങ്ങൾ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പൈസ താങ്ങേ വരും. പൈസനെ കുറിച്ച് നമ്മൾ ബോധമായിട്ട് വരും. എല്ലാ രീതിയിലുള്ള വ്യത്യാസം നമ്മുടെ അടുത്ത് വരും. എന്നാലും വാല്യൂ ഉണ്ടാകാനാണ് നമ്മൾ ചെയ്യുന്ന കാര്യം. ഓക്കെ, പിന്നെ വേറൊരു കാര്യം പറയാൻ എന്താണെന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ഒരു സമയം എടുക്കും. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ ക്ലാസ് എടുക്കും, ചിലരുടെ വീട്ടിൽ തൊട്ടപ്പുറത്തായിരിക്കും അല്ല, അവർ നേരെ അവരുടെ സ്ഥലത്ത്. ചിലർക്ക് ഇവിടുന്ന് ഒരു ബസ് പിടിച്ച് ഒരു പോകേണ്ടി വരും, അങ്ങനെ ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്ത് വരും. ചിലർക്ക് ഒരു ട്രെയിൻ പിടിച്ച് പോകാനുണ്ട്, അവർ 1 മണിക്കൂർ വെയിറ്റ് ചെയ്ത് വരും. ചിലർക്കൊരു ഫ്ലൈറ്റ് ആയിട്ട് ഉണ്ടാവാം, അത് ചിലപ്പോൾ നാളെ ആയിരിക്കും അല്ലെ. ചിലർക്ക് വിസയും കാര്യങ്ങളൊക്കെ വന്നിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ഇതായിരുന്നു. അപ്പൊ നമ്മുടെ ഗോൾസ് പാടാവുമ്പോൾ അതിനോട്ട് എത്തിപ്പെടാൻ നമുക്കൊരു കഷ്ടപ്പാടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് അങ്ങനെ ഒരു സംഭവമാണ് നമ്മുടെ പ്ലാനിലുണ്ടെങ്കിൽ അതിന് സൈഡായിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊന്നും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പോകുന്നത് അങ്ങനെ അതിലൂടെ പലരും ചെയ്തു. ഇങ്ങനെയൊന്നും ചിന്തിച്ച് ജോലിക്കാനുള്ള സമയം പലർക്കില്ല. ഏതെങ്കിലും ജോലിക്ക് കയറുകയാണ് എന്ന് വെച്ചിട്ട് പിന്നീട് ഇങ്ങനെയൊന്നും ചിന്തിച്ചു കൂടാമെന്നില്ല. നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ സെറ്റിൽ ആവും, നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഇതിനെയൊക്കെ ചിന്തിച്ച് നമ്മുടെ ആഗ്രഹമുള്ള ഫീൽഡിലോട്ട് നമുക്ക് മാറാനുള്ള ചാൻസ് കിട്ടും. അപ്പോൾ മാറാൻ കഴിയും. അപ്പൊ അത്രേ പിന്നെ നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ തീരുമാനിച്ചു നമ്മൾ എന്താ ആവുന്നതെന്ന കാര്യം. പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത് അത് നമ്മുടെ തലയിലേക്ക് ഇടുക. ആക്ഷന്റെ ഭാഗത്തുനിന്ന് എല്ലാവരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വെറുതെ നമ്മൾ ചെയ്യാൻ വേണ്ടി ചിന്തിക്കുന്നതിനേക്കാൾ ഭേദം നമ്മളത് നമ്മൾ ഉൾക്കൊള്ളുക നമ്മുടെ നാളാണ്. ആർമിക്കാരനാണോ, അപ്പൊ ആർമിക്കാരനാണെന്ന് വെറുതെ ചിന്തിക്കുന്ന കാര്യമുണ്ട്. ആർമിക്കാരനാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആർമിക്കാരൻ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ചെയ്തു അല്ലേ. നമ്മളിപ്പോ ബോഡി ആർമിക്കാരെ പോലെ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ആക്കിയെടുക്കാൻ ശ്രമിക്കും. അത് മുമ്പ് പറഞ്ഞത് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ തലയിൽ ഫുള്ളായിട്ട് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ ആ ആളാവാൻ താനെ ശ്രമിച്ചുകൊണ്ടിരിക്കും. നമ്മളത് തലയിൽ വിചാരിച്ചാൽ മതി നമ്മളെ സംഭവമാണ്. അത്ര മനസ്സിലായോ? അങ്ങനെ നമ്മുടെ ഗോൾസ് എഴുതി വെക്കും. എന്തൊക്കെ ജോലിയാണ് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതൊക്കെ എഴുതി വെച്ചിട്ട് പിന്നെ നമ്മൾ തീരുമാനിക്കണം. നമ്മളാണെന്ന് തീരുമാനിച്ചിട്ട് നിങ്ങൾ അതിനോട് ഇറങ്ങിത്തിരിക്കുക. പിന്നെ ഒരിക്കലും നിങ്ങൾ തിരിച്ച് ചിന്തിക്കരുത് അതാണ്